ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കുന്നത് എവല്യൂഷൻ ഓഫ് മൈക്രോപ്രോസസ്സർ എന്ന സെക്ഷനാണ്. എവല്യൂഷൻ ഓഫ് മൈക്രോപ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോപ്രോസസ്സറിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് മൈക്രോപ്രോസസ്സർ തൊട്ട് ടിൽ നൗ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൈക്രോപ്രോസസ്സർ വരെയുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഓരോ സ്റ്റേജിലും അതിനകത്തുണ്ടായ പ്രോസസ്സറിൻ്റെ വ്യത്യാസങ്ങൾ, അതിൻ്റെ സ്പീഡിലുണ്ടാകുന്ന വ്യത്യാസം, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയിലുള്ള വ്യത്യാസം, എന്തൊക്കെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മളിതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. മൈക്രോപ്രോസസ്സറിനെ അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി അനുസരിച്ച് നമുക്ക് 5 ജനറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ദ ഫിഫ്ത്ത് ജനറേഷൻ. നമ്മളിപ്പോൾ ആ ഫിഫ്ത്ത് ജനറേഷനിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സറിനെ അനുസരിച്ച് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. 4 ബിറ്റ് പ്രോസസ്സർ, 8 ബിറ്റ് പ്രോസസ്സർ, 16 ബിറ്റ് പ്രോസസ്സർ, 32 ബിറ്റ് പ്രോസസ്സർ ആൻഡ് 64 ബിറ്റ് പ്രോസസ്സർ. പ്രോസസ്സറിൻ്റെ അനുസരിച്ചും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സറിനെ അനുസരിച്ച് നമുക്കതിനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഞാൻ ജനറലായിട്ട് മൊത്തത്തിൽ പറയും, എന്നിട്ട് ഓരോ ജനറേഷൻസ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എവല്യൂഷൻ ഓഫ് മൈക്രോപ്രോസസ്സർ എന്നാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ജനറേഷനകത്ത് വരുന്നതാണ് ഇൻറ്റൽ 4004ഉം ഇൻറ്റൽ 8008ഉം. അതായത് നമ്മൾ ഫസ്റ്റ് സക്സസ്ഫുള്ളായിട്ടുള്ള ഫസ്റ്റ് മൈക്രോപ്രോസസ്സർ, ആദ്യത്തെ മൈക്രോപ്രോസസ്സറാണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റൽ 4004. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻറ്റൽ കോർപ്പ്. ഇൻറ്റൽ കോർപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, 1971 ഇൻറ്റൽ 4004 എന്ന് പറയുന്ന ഫസ്റ്റ് മൈക്രോപ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് നോയ്സ്, ഗോർഡൻ മൂർ ആൻഡ് ആൻഡ്രൂ ഗ്രൂവ് എന്ന് പറയുന്ന 3 ആൾക്കാർ ചേർന്നിട്ടാണ്. അവർ ഇൻറ്റൽ കോർപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനം 1968 അവർ സ്ഥാപിച്ചത്. അതിനു മുമ്പേ അവർ ഒരു സെമി കണ്ടക്ടർ ടെക്നോളജി ഉള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ആദ്യമായിട്ട് IC ഡെവലപ്പ് ചെയ്തത്. അവർ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കമ്പനിയും ഡെവലപ്പ് ചെയ്തത്. ഇവരാണ് ആദ്യമായിട്ട് ഒരു മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1971. അത് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണ്? ഇൻറ്റൽ 4004. ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ബിറ്റ് പ്രോസസ്സറാണ്. ഇറ്റ്സ് എ 4 ബിറ്റ് മൈക്രോ പ്രോസസ്സറും. ഇറ്റ് കണ്ടെയ്ൻഡ് 2300 ട്രാൻസിസ്റ്റേഴ്സ്. ഇതിനകത്ത് 2300 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് 400 to 800 കിലോ ഹെഡ്സ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 400 to 800 കിലോ ഹെഡ്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. ഇനി 4 ബിറ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ പ്രോസസ് 4 ബിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. 4 ബിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന PMOS ടെക്നോളജിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്, അതിൻ്റെ സ്പീഡ് കുറവാണ്. പിന്നെ ഇതിന് പെർഫോം ചെയ്യാൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല ഈ പ്രോസസ്സറിന്. അഡിഷൻ, സബ്ട്രാക്ഷൻ ഇതൊക്കെ പറ്റും. അതേ കണക്കിന് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിലും ബൂളിയൻ ആൻഡ് ഓർ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊന്നും ഈ പ്രോസസ്സറിനെ കൊണ്ട് സാധിക്കുകയില്ല. ഇതിനകത്ത് 45 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. നമുക്ക് ഓരോ കമ്പ്യൂട്ടറിനും ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്. അപ്പം ഓരോ മൈക്രോ പ്രോസസ്സറിനും കുറേ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യത്തുള്ളൂ. അപ്പം ഇതിന് 45 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഡ്രോബാക്ക് ഇതിനകത്ത് എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും വർക്ക് ചെയ്യത്തില്ല. അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് അഡിഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 4 into 5 എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 4 പ്രാവശ്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പ് കൊടുത്ത് പ്രോഗ്രാം ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, മറ്റൊരു ഡ്രോബാക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് ലോ ഔട്ട്പുട്ട് കറണ്ടാണ്. ഔട്ട്പുട്ട് കറണ്ട് ലോ ആണ്. അത് അതിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, പിന്നെ ഇറ്റ് റിക്വയർസ് അഡീഷണൽ സപ്പോർട്ടിങ് ICs. നമുക്കിപ്പോൾ മറ്റൊരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് സപ്പോർട്ടിങ് ICs ആവശ്യമാണ്.
ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കാൽക്കുലേറ്റേഴ്സിൽ ഉപയോഗിക്കും, പിന്നെ ഹോം അപ്ലയൻസസിലൊക്കെ ഉപയോഗിക്കും, പിന്നെ ഗെയിം മെഷീൻസിനകത്തും ഉപയോഗിക്കും. ഇത്രയാണ് ഇൻറ്റൽ 4004 എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റൽ 8008. ഇതിൻ്റെ ചുവട് പിടിച്ച് 1972 ഇൻറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു പ്രോസസ്സറാണ് 8008. ഇതിനകത്ത് 3500 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 3500 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ 4004ൽ 2300 ട്രാൻസിസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇതും PMOS ടെക്നോളജി വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് 16 KB മെയിൻ മെമ്മറി ഉണ്ട്. അതിനകത്ത് 16 KB മെയിൻ മെമ്മറി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 8-bit പ്രോസസ്സറാണ്. ഇറ്റ്സ് എ 8-bit പ്രോസസ്സർ. 8-bit പ്രോസസ്സറാണ്. നമ്മൾ പറഞ്ഞു 4004 എന്ന് പറയുന്നത് ഒരു 4-bit പ്രോസസ്സറാണ്. പക്ഷേ 8008 എന്ന് പറയുന്നത് ഒരു 8-bit പ്രോസസ്സറാണ്. 4004ൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് എന്തെന്ന് പറയുന്നത് 8008 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 500 to 800 kHz ആണ്. ക്ലോക്ക് സ്പീഡ് എത്രയാണ്? 500 to 800 kHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. 4004ൻ്റെതാണെങ്കിൽ 400 to 800 ആണ്. കിലോ ഹെഡ്സ് ഒക്കെ വെറുതെ പ്രധാനപ്പെട്ടതാണ്. മുന്നോട്ട് പോകുമ്പോൾ ഗിഗാ ഹെഡ്സിലോട്ടൊക്കെ നമ്മൾ പോകും. അപ്പം 400 to 800 kHz ആണ് 4004ൻ്റെ എന്താണെന്ന് പറയുന്നത് ക്ലോക്ക് സ്പീഡ്. 8008ൻ്റെത് 500 to 800 kHz ആണ്. ഓക്കെ, ഇതിനകത്ത് 48 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 48 ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. 48 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് 50,000 ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 50,000 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. 4004നാണെങ്കിൽ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് അറൗണ്ട് 60,000 ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഇത്രയാണ് എന്താണ് ഫസ്റ്റ് ജനറേഷൻ വരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ 2 പ്രോസസ്സേഴ്സാണ്, ഇൻറ്റൽ 4004ഉം ഇൻറ്റൽ 8008ഉം. ഒന്നെന്ന് പറയുന്നത് 4-bit പ്രോസസ്സറാണ്, മറ്റത് 8-bit പ്രോസസ്സറാണ്. രണ്ടിലും PMOS ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള, അതായത് കാൽക്കുലേറ്റേഴ്സിൽ, ഹോം അപ്ലയൻസസിലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോക്ക് സ്പീഡ് 400 to 800 kHz ആണ് 4004ൽ. 8008ൽ 500 to 800 kHz ആണ്. പിന്നെ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് 50,000 ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് 8008ൽ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻഡ് 3500 ട്രാൻസിസ്റ്റേഴ്സ്, 3500 ട്രാൻസിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഈ പ്രോസസ്സറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ 2 പ്രോസസ്സറിനെ കുറിച്ച് പറയാൻ. അടുത്തത് സെക്കൻഡ് ജനറേഷനാണ്. സെക്കൻഡ് ജനറേഷനിൽ ഫസ്റ്റ് വരുന്നത് ഇൻറ്റൽ 8080 ആണ്. ഇൻറ്റൽ 8080 ആണ് സെക്കൻഡ് ജനറേഷനിലെ ഫസ്റ്റ് പ്രോസസ്സർ. ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് തന്നെയാണ്? ഇൻറ്റൽ തന്നെയാണ്. ഇൻറ്റൽ 8080 ആണ് ഇൻ ദ ഇയർ 1973, 1973 എന്ത് വന്നത്? ഇൻറ്റൽ 8080 എന്ന് പറയുന്ന പ്രോസസ്സർ വന്നത്. ഇതൊരു 8-bit പ്രോസസ്സറാണ്. അതിന് 64 കിലോബൈറ്റ് മെയിൻ മെമ്മറി ഉണ്ട്. അതിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 64 KB ആണ്. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2 MHz ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ kHz ആയിരുന്നു, ഇവിടെ 2 MHz ആണ് ഇതിൻ്റെ ക്ലോക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓൾസോ ഇറ്റ് ഈസ് 10 times faster than 8008. 8008നെക്കാട്ടിലും 10 times faster ആണ്. അതേ കണക്ക് തന്നെ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് 5 lakh ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 5 ലക്ഷം 5 lakhs ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് 5 lakhs ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഇതിനകത്ത് നമുക്ക് ഈ 8080യുടെ ഒരു പ്രധാന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് 3 ഡിഫറെൻറ്റ് സപ്ലൈസ്, 3 പവർ സപ്ലൈസ് നമുക്ക് ആവശ്യമാണ്. 3 പവർ സപ്ലൈസ്, ഇപ്പോൾ 5 വോൾട്ട്, -5 വോൾട്ട്, 12 വോൾട്ട്, ഈ 3 സപ്ലൈസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യത്തുള്ളൂ? ഒരു 8080 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി MOS ടെക്നോളജിയാണ്. അത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പം ഇൻറ്റൽ 8080 ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1973, 1973 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ആൻ 8-bit പ്രോസസ്സർ. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2 MHz ആണ്. അതിനകത്ത് 6000 ട്രാൻസിസ്റ്റേഴ്സ് എംബഡഡ് ആണ്.
6000 ട്രാൻസിസ്റ്റേഴ്സ് എംബഡഡ് ആണ്. ഇനി ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് 5 lakh ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 5 lakh ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് 10 times ഫാസ്റ്റർ ദാൻ 8008 പ്രോസസ്സർ. 8008 പ്രോസസ്സറിനെക്കാട്ടിലും 10 times ഫാസ്റ്റർ ആണ്. ഇറ്റ് ക്യാൻ ആക്സസ് 64 KB ഓഫ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിൽ 64 KB മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയേഴ്സ് 3 ഡിഫറെൻറ്റ് പവർ സപ്ലൈസ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പവർ സപ്ലൈസ് വേണം. 5 volt, -5 volt ആൻഡ് 12 volt. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു സമയത്ത് ഇൻ്റൽ 8080 ഡെവലപ്പ് ചെയ്ത ആ ഒരു സമയത്ത് മോട്ടറോള കമ്പനിക്കാർ ഒരു പുതിയ ഒരു പ്രോസസ്സറുമായിട്ട് വന്നു. മോട്ടറോള കമ്പനിക്കാർ MSc 6800 എന്ന് പറയുന്ന, ഓക്കെ, എന്താണ് M6800 എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ കൊണ്ടുവന്നു. ഇറ്റ്സ് ആൾസോ ആൻ 8-bit പ്രോസസ്സർ. അതും ഒരു 8-bit പ്രോസസ്സറാണ്. ജനറൽ പർപ്പസ് പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിക്വയേഴ്സ് ഓൺലി 1 ലിമിറ്റഡ് പവർ സപ്ലൈ. ഒരു പവർ സപ്ലൈ മതി. അതാണ് അഡ്വാൻറ്റേജ് ഓവർ 8080. 8080യുടെ മേലിലുള്ള ഒരു മോട്ടറോളയുടെ M6800യുടെ ഒരു പ്രോസസ്സറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഒരു ലിമിറ്റഡ് പവർ സപ്ലൈ മതി. ഏതിനാണ്? മോട്ടറോള M6800 എന്ന് പറയുന്ന പ്രോസസ്സറിന്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും സ്മാൾ കമ്പ്യൂട്ടേഴ്സ്, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്മാൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് 8080 ഉപയോഗിച്ച് നമ്മൾ ചെറിയ അപ്പോൾ അന്നത്തെ കാലത്ത് 1970കളിൽ ചെറിയ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആലോചിക്കണം, അന്ന് ഒരു റൂമിൻ്റെ അത്ര ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിനെ കുറച്ചും കൂടെ ചെറിയ തോതിലേക്ക് കൊണ്ടുവന്നു. ചെറിയ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് 8080 പ്രോസസ്സർ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് 8080യുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഇൻ്റൽ 8085 എന്ന് പറയുന്ന പ്രോസസ്സർ. ഓക്കെ, അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇതിൻ്റെ 8080യുടെ അപ്ഗ്രേഡഡ് വേർഷനാണ് 8085 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കമേഴ്ഷ്യലി സക്സസ്ഫുൾ മൈക്രോ പ്രോസസ്സർ. കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റൽ 8085 എന്ന് പറയുന്നത്. ഇതൊരു 8-bit പ്രോസസ്സറാണ്, 8-bit മൈക്രോ പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആകുമ്പം 8080യുടെ ഒരു ഡിസഡ്വാൻറ്റേജ് 3 പവർ സപ്ലൈ വേണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരൊറ്റ റിക്വയേഴ്സ് ഓൺലി 1 സപ്ലൈ, ഒരു സപ്ലൈ മാത്രം മതി, +5 volt. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3 MHz ആണ്. ക്ലോക്ക് സ്പീഡ് എത്രയാണ്? 3 MHz. ക്ലോക്ക് സ്പീഡ് 3 MHz ആണ്. ഇതിനകത്ത് 346 ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്. എത്ര? 246 ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്. ഇതിൻ്റെ ഡേറ്റ ബസ് എന്ന് പറയുന്നത് 8-bit ആണ്. ഇതിൻ്റെ ഡേറ്റ ബസ് 8-bit ആണ്. അഡ്രസ് ബസ് 16-bit ആണ്. നമ്മളിപ്പം രജിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പം രജിസ്റ്റേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് പോയിൻ്ററൊക്കെ ഉപയോഗിക്കുന്നു. സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ്? 16-bit ഡേറ്റയാണ്. പക്ഷേ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സിലാണ്. അവിടെ എത്ര ബിറ്റാണ്? 8085ൽ 8-bit ഡേറ്റയാണ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഡേറ്റ ബസ് എന്ന് പറയുന്നത് 8-bit-ഉം അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16-bit-ഉമാണ്. ഓക്കെ, ഇതിനകത്ത് 6500 ട്രാൻസിസ്റ്റേഴ്സ് എംബഡഡ് ആണ്. ഇൻ്റൽ 8085ൽ 6500 ട്രാൻസിസ്റ്റേഴ്സ് എംബഡഡ് ആണ്. ഇറ്റ് ക്യാൻ ആക്സസ് 64 KB ഓഫ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയുടെ 64 KB മെയിൻ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് 3rd ജനറേഷൻ. അപ്പോൾ 2nd ജനറേഷൻ കഴിഞ്ഞു. ഇനി 3rd ജനറേഷൻ പ്രോസസ്സേഴ്സാണ് ഇൻ്റൽ 8086, ഇൻ്റൽ 8088. ഇത് രണ്ടും 3rd ജനറേഷനിനകത്ത് വരുന്നതാണ്. 1978ലാണ് ഈ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത്. 1978 8086. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫുൾ 16-bit പ്രോസസ്സർ. ഫുള്ളും 16-bit ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 8086 ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫുൾ 16-bit പ്രോസസ്സർ. ഇതിനകത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 16-bit പ്രോസസ്സർ എന്നുള്ളത് തന്നെയാണ് എൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഡേറ്റ ബസ് എന്ന് പറയുന്നത് 16-bit ആണ്. അഡ്രസ് ബസ് 20-bit. ഡേറ്റ ബസ് 16-bit ആണ്. അഡ്രസ് ബസ് 20-bit ആണ്. പിന്നെ ഇതിൻ്റെ ക്ലോക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 to
10 മെഗാ ഹെഡ്സ് വരെയാണ്. 5 മുതൽ 10 മെഗാ ഹെഡ്സ് വരെയാണ് എൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അതർ ഇംപ്രൂവ്മെൻറ്റ് ഇൻക്ലൂഡഡ് ഓവർ രജിസ്റ്റേഴ്സ്, അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ്, ഒരുപാട് എന്താണ് 8085-നേക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഒരുപാട് ഇൻക്ലൂഡഡ് മോർ രജിസ്റ്റേഴ്സ്, അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ മെമ്മറി സെഗ്മെൻറ്റേഷൻ. അതായത് നമുക്ക് മെമ്മറിയെ പല പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പലതരത്തിലുള്ള ബുക്കുകളുണ്ട്. ഇപ്പം നമുക്ക് പല സിലബസുകളുണ്ട്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ്, ഈ മൈക്രോ പ്രോസസ്സർ, അങ്ങനെ ഓരോ സെക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും കമ്പ്യൂട്ടറിൽ എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ നോട്ടിന് ഒരു ഫോൾഡർ ഉണ്ടാക്കും. പിന്നെ എന്താണ് ഇലക്ട്രോണിക്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കും. അതിൽ തന്നെ 3 പേര് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 3 സാറുമാരുടെ നോട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫോൾഡർ ഉണ്ടാക്കും. ഇതേപോലെ അതെന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഇതേപോലെ 8086-ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറിയെ പല പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു സെഗ്മെൻറ്റ്, ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു സെഗ്മെൻറ്റ്, അങ്ങനെ പല സെഗ്മെൻ്റായിട്ട് മെമ്മറിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അഡ്രസ്സ് വിളിക്കാനാണെങ്കിൽ അതിനകത്തോട്ടുള്ള സിഗ്നൽ വിട്ടാൽ മതി അല്ലേ, ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി, അഡ്രസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഡേറ്റയാണ് വിളിക്കേണ്ടത്, ഡേറ്റയിൽ ഇന്ന സ്ഥലത്ത് പോയി വിളിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. ഡേറ്റ സെഗ്മെൻറ്റിൽ തന്നെ അതിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മനസ്സിലായ? അപ്പോൾ അങ്ങനെ മെമ്മറിയെ ഡിഫറെൻറ്റ് സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എവിടെ? 8086 മൈക്രോ പ്രോസസ്സറിൽ. ഇറ്റ് കുഡ് ആക്സസ് 1 MB ഓഫ് മെമ്മറി. ഇതിന് 1 MB ഓഫ് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് 22,000 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഇതിനകത്ത് 22,000 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ ഇറ്റ് ക്യാൻ മൾട്ടിപ്ലൈ, ഡിവൈഡ് ഇൻസ്ട്രക്ഷൻസ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് 8086 മൈക്രോ പ്രോസസ്സറിനകത്ത് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രത്യേകത. ഇനി 8088 എന്ന് പറയുന്നത് 8086 മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു ചീപ്പർ വേർഷൻ ഓഫ് 8086 ആണ് 8088 എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. 3rd ജനറേഷൻ ഇൻറ്റൽ 8086 അല്ലെങ്കിൽ 8088. 8086-ൻ്റെ ഒരു ചീപ്പർ വേർഷനാണ് 8088 എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഏത് കണക്ക് തന്നെ 8086 കണക്ക് തന്നെയാണ്. 1978 8086-ഉം 1979 8088-ഉം ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടും 16-ബിറ്റ് പ്രോസസ്സേഴ്സാണ്. പിന്നെ ഇതിനകത്ത് 29,000 ട്രാൻസിസ്റ്റേഴ്സ് എംബഡഡ് ആണ്. 29,000 ട്രാൻസിസ്റ്റേഴ്സ് എംബഡഡ് ആണ്. ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 5 to 10 മെഗാ ഹെഡ്സ് ആണ്. ഇതിൻ്റെ ഡേറ്റാ ബസ് 16 ബിറ്റും അഡ്രസ് ബസ് 20 ബിറ്റുമാണ്. ഡേറ്റാ ബസ് 16 ബിറ്റും അഡ്രസ് ബസ് 20 ബിറ്റുമാണ്. ഇറ്റ് കുഡ് ആക്സസ് 1 MB ഓഫ് മെമ്മറി. 1 MB ഓഫ് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ഹാഡ് 22,000 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സിക്യൂട്ട് 2.5 മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 2.5 മില്യൺ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ്. പിന്നെ മെമ്മറിയെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അടുത്തത് ഇൻറ്റൽ 8086. ഇൻറ്റൽ 8086 1982-ലാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഒരു 16-ബിറ്റ് പ്രോസസ്സറാണ്. ഇറ്റ് ഈസ് 16-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. 8086-ൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇൻറ്റൽ 8086 എന്ന് പറയുന്നത് 8086-ൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇറ്റ് ഈസ് എ 16-ബിറ്റ് പ്രോസസ്സർ. 1 MB മെയിൻ മെമ്മറി ഉണ്ട്. പിന്നെ കണ്ടെയ്ൻഡ് സ്പെഷ്യൽ ഹാർഡ്വെയർസ് ലൈക്ക് പ്രോഗ്രാമബിൾ കൗണ്ടേഴ്സ്, ഇൻ്ററപ്റ്റ് കൺട്രോൾ എക്സെട്ര. ഇൻ്ററപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങളിനി പഠിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു സിഗ്നൽ വരികയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു കോള് വരുമ്പോഴത്തേനും അത് കോളെന്ന് പറയുന്ന ഒരു ഇൻ്ററപ്റ്റാണ്. അപ്പോൾ ആ ഇൻ്ററപ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, പണ്ടത്തെ കാലത്ത് ഈ കോള് വരുമ്പോഴത്തേനും നമ്മൾ ഈ പാട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, കോൾ അറ്റൻഡ് ചെയ്യും. പിന്നെ തിരിച്ചു വരുമ്പോൾ ആ പാട്ട് ആദ്യം തൊട്ട് കേൾക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ആ പാട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൾ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ പാട്ട് അവിടെ തന്നെ, നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ കാണും. അപ്പം അതാണ് ഇൻ്ററപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ
പുറത്തുനിന്ന് വരുന്ന കോളാണ് അവിടുത്തെ ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്ററപ്റ്റ് കൺട്രോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഹാർഡ്വെയർ പാർട്സുകൾ 80186-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെവർ യൂസ്ഡ് ഇൻ PC. ഇതിനെ PC യിലൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇത്രയാണ് 80186-ൻ്റെ കാര്യങ്ങൾ. 80186 എന്ന് പറയുന്നത് 1982 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് എൻ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് 8086. ഇറ്റ് ഈസ് എ 16-bit മൈക്രോ പ്രോസസ്സർ, 1 MB മെയിൻ മെമ്മറി. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 6 MHz ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലോക്ക് സ്പീഡ് 6 MHz ആണ്. 6 MHz ആണ് ക്ലോക്ക് സ്പീഡ്. പിന്നെ ഇതിനകത്ത് കുറേ ഹാർഡ്വെയർസ് ലൈക്ക് സ്പെഷ്യൽ ഹാർഡ്വെയർസ് ലൈക്ക് പ്രോഗ്രാമബിൾ കൗണ്ടേഴ്സ്, ഇൻ്ററപ്റ്റ് കൺട്രോളർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പാർട്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെവർ യൂസ്ഡ് ഇൻ PCs. മിനിമം ഹാർഡ്വെയർ ഫോർ ദാറ്റ് റിക്വയർസ് എ മിനിമം ഹാർഡ്വെയർസ്. Okay, next Intel 80286. Intel 80286, it is identical to 80186. 80186-ന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൈക്രോ പ്രോസസ്സറാണ് 80286 എന്ന് പറയുന്നത്. 1983 ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു 16-bit മൈക്രോ പ്രോസസ്സറാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസ് മൈക്രോ പ്രോസസ്സർ വിത്ത് മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതിന് എക്സ്റ്റെൻഡഡ് അഡ്രസ് ബസ് ഉണ്ട്. ഒരു എക്സ്റ്റെൻഡഡ് അഡ്രസ് ബസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ആക്സസ് 16 MB ഓഫ് മെമ്മറി. 16 MB ഓഫ് മെയിൻ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. നിങ്ങൾ പുതിയ കമ്പ്യൂട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെർച്വൽ മെമ്മറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് Intel 80286-ലാണ്. Intel 80286-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത്രയാണ് Intel 80286-ൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 4th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം 3rd ജനറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 4th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 4th ജനറേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് Intel 80386-ലാണ്. Intel 80386-ലാണ്. ഇത് 1986-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു 32-bit പ്രോസസ്സറാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ക്യാൻ 32-bit പ്രോസസ്സറാണ്. അതായത് അറ്റ് എ ടൈം 32-bit ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. 32-bit ഉള്ള ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡേറ്റാ ബസ് 32-bit ആണ്. ഇതിൻ്റെ അഡ്രസ് ബസ് 32-bit ആണ്. ഇറ്റ് കുഡ് അഡ്രസ് 4 GB ആക്സസ് 4 GB ഓഫ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയുടെ 4 GB നമുക്ക് 4 GB മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ക്ലോക്ക് സ്പീഡ് 16 to 33 MHz ആണ്. 16 to 33 MHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. പിന്നെ പേജിങ് കൺസെപ്റ്റ്, മെമ്മറി പേജിങ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 80386-ലാണ്. 80386-ലാണ് പേജിങ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം 4th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് Intel 80386-ലാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ 32-bit മൈക്രോ പ്രോസസ്സർ. ആദ്യത്തെ പ്രാക്ടിക്കലായിട്ടുള്ള 32-bit മൈക്രോ പ്രോസസ്സറാണ് Intel 80386. ഇതിനകത്ത് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 16 to 33 MHz ആണ്. 32-bit ഡേറ്റാ ബസ് ഉണ്ട്. 32-bit അഡ്രസ് ബസ് ഉണ്ട്. പിന്നെ പേജ് ഹാൻഡ്ലിങ്ങിന് വെർച്വൽ മെമ്മറിയൊക്കെ കൂടുതൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മെമ്മറി മാനേജ്മെൻറ്റ്, മെമ്മറി അസൈൻമെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ ആ 80286-ലുള്ള എല്ലാ ഡ്രോബാക്സിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പേജിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, മെമ്മറി പേജിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 80386-ലാണ്. ഇത്രയാണ് അതിൻ്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് Intel 80486 1989 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന് കുറേ വേർഷൻസ് ഉണ്ട്. അതേപോലെ 80386-നും കുറച്ച് 2-3 വേർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ Intel 80486-നും കുറച്ച് വേർഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 80486 DX, 80486 SX, 80486 DX2, 80486 DX4, ഇങ്ങനെ കുറേ വേർഷൻസ് ഉണ്ട്. Intel 80486-ൻ്റെ പല വേർഷൻസാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 16 to 100 MHz ആണ്. 16 to 100 MHz ആണ്.
മെഗാ ഹെഡ്സ് ആണ്. 16 to 100 മെഗാ ഹെഡ്സ് ആണ്. 32 ബിറ്റ് ഹൈ പെർഫോമൻസ് പ്രോസസ്സറാണ്. ഇറ്റ് ക്യാൻ ആക്സസ് 4 GB ഓഫ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയുടെ ഇറ്റ് ക്യാൻ ആക്സസ് 4 GB ഓഫ് മെയിൻ മെമ്മറി. പിന്നെ ഇതിന് 8 കിലോബൈറ്റ് ക്യാഷെ മെമ്മറി ഉണ്ട്. 8 കിലോബൈറ്റ്സ് ഓഫ് ക്യാഷെ മെമ്മറി, 1 ടെറാബൈറ്റ് ഓഫ് വെർച്വൽ മെമ്മറി. 1 ടെറാബൈറ്റ് ഓഫ് വെർച്വൽ മെമ്മറി, 8 കിലോബൈറ്റ്സ് ഓഫ് ക്യാഷെ മെമ്മറി. ക്ലോക്ക് സ്പീഡ് 16 MHz to 100 MHz ആണ്. ഇതിനകത്ത് 1.2 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് എംബഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സറിനകത്ത് ഒറ്റ ചിപ്പിനകത്ത് എത്രയാണ്? 1.2 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ്. ഇത് കൂടുതലായിട്ടും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണിത്. നെക്സ്റ്റ് ഇൻറ്റൽ പെൻറ്റിയം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, പെൻറ്റിയം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1993 1993 പെൻറ്റിയം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് 80586 എന്നാണ്. പെൻറ്റിയത്തിൻ്റെ ഒറിജിനൽ നെയിം 80586. ഇൻറ്റൽ പെൻറ്റിയം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1993 പെൻറ്റിയം സീരീസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. പക്ഷേ ഇൻറ്റൽ പെൻറ്റിയം എന്ന് പറയുന്നത് ഒരു 4th ജനറേഷൻ മൈക്രോ പ്രോസസ്സറാണ്. ഇറ്റ് ഈസ് എ 32 ബിറ്റ് മൈക്രോ പ്രോസസ്സർ. ഡേറ്റാ ബസ് എന്ന് പറയുന്നത് 64 ബിറ്റാണ്. ഡേറ്റാ ബസ് 64 ബിറ്റാണ്. അഡ്രസ് ബസ് 32 ബിറ്റാണ്. അഡ്രസ് ബസ് 32 ബിറ്റാണ്. 4 GB മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. വെർച്വൽ മെമ്മറി ഉണ്ട്. പിന്നെ 64 കിലോ ബൈറ്റ്സ് ഓഫ് ലെവൽ 1 ക്യാഷെ മെമ്മറി ഉണ്ട്. 64 കിലോബൈറ്റ്സ് ഓഫ് ലെവൽ 1 ക്യാഷെ മെമ്മറി ഉണ്ട്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 60 to 66. ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 60 to 66 MHz ആണ്. ഫാസ്റ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 233 MHz ഫാസ്റ്റസ്റ്റ് വേർഷൻ ഉണ്ട്. 16 KB ലെവൽ 1 ക്യാഷെ ഉണ്ട്. ലെവൽ 1 ക്യാഷെ ഉണ്ട്. ഡബിൾ ക്ലോക്ക്ഡ് ആണ്. ഇത് ഡബിൾ ക്ലോക്ക്ഡ് ആണ്. അപ്പം 120ഉം 133 MHz വേർഷൻ ഉണ്ട്. ഡബിൾ ക്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഓക്കെ, അപ്പം പെൻറ്റിയം പ്രോസസ്സർ ഇൻറ്റൽ പെൻറ്റിയം 1993 ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് 80586 എന്നാണ്. ഇതെന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് പ്രോസസ്സറാണ്. അതിൻ്റെ ഡേറ്റാ ബസ് 64 ബിറ്റാണ്. അഡ്രസ് ബസ് 32 ബിറ്റാണ്. 4 GB മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഡബിൾ ക്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 120 133 MHz ആണ്. 16 KB ലെവൽ 1 ക്യാഷെ മെമ്മറി ഉണ്ട്. വെർച്വൽ മെമ്മറി ഉണ്ട്. ഇതൊക്കെയാണ് ഈ പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ജനറേഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് പെൻറ്റിയം പ്രോ ആണ്. പെൻറ്റിയം പ്രോ 1995 1995 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 32 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 150 to 200 MHz ആണ്. 150 ക്ലോക്ക് സ്പീഡ് 150 to 200 MHz ആണ്. 16 ബിറ്റ് ലെവൽ 1 ക്യാഷെ മെമ്മറി ഉണ്ട്. അതേ കണക്ക് തന്നെ 256 കിലോബൈറ്റ് ലെവൽ 2 ക്യാഷെ മെമ്മറി ഉണ്ട്. 16 ബിറ്റ് ലെവൽ 1 ക്യാഷെ മെമ്മറി ഉണ്ട്. 256 കിലോബൈറ്റ് ലെവൽ 2 ക്യാഷെ മെമ്മറി ഉണ്ട്. ആക്സസ് 64 GB ഓഫ് മെയിൻ മെമ്മറി. അതിൻ്റെ ഡേറ്റാ ബസ് എന്ന് പറയുന്നത് ഇത് 64 ബിറ്റാണ്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് 36 ബിറ്റാണ്. അഡ്രസ് ബസ് 36 ബിറ്റ്, ഡേറ്റാ ബസ് 64 ബിറ്റാണ്. ഇത് 3 എക്സിക്യൂഷൻ എൻജിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ സെർവർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെർവർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്രോസസ്സറാണ് ഇൻറ്റൽ പെൻറ്റിയം പ്രോ 1995. ഓക്കെ, അടുത്തത് ഇൻറ്റൽ പെൻറ്റിയം 2 ആണ്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1997. ഇറ്റ് ഈസ് ഓൾസോ എ 32 ബിറ്റ് പ്രോസസ്സർ. 64 ബിറ്റ് ഡേറ്റാ ബസ്, 36 ബിറ്റ് അഡ്രസ് ബസ്. പിന്നെ ഇറ്റ് ക്യാൻ ആക്സസ് 64 GB ആണ്, ശ്രദ്ധിക്കുക. 64 GB ഓഫ് മെയിൻ മെമ്മറി.
പിന്നെ ലെവൽ 1 ക്യാഷെ 16 KB ലെവൽ 1 ക്യാഷെ ഉണ്ട്. 32 KB സ്പ്ലിറ്റ് ഇൻസ്ട്രക്ഷൻസും സ്പ്ലിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഡേറ്റ ലെവൽ 1 ക്യാഷെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 233 ടു 450 മെഗാഹെഡ്സ് ആണ്. 450 ആണ് മെഗാഹെഡ്സ് ആണ്. ഇത്രയാണ് ഇൻറ്റൽ പെൻറ്റിയം 2 എന്ന് പറയുന്നത്. 1997 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് ഈസ് എ 32-bit പ്രോസസ്സർ, 64-bit ഡേറ്റാ ബസ്, 32-bit അഡ്രസ് ബസ്. ഇറ്റ് ക്യാൻ ആക്സസ് 64 GB ഓഫ് മെയിൻ മെമ്മറി, 16 KB L1 ക്യാഷെ ഉണ്ട്, ലെവൽ 1 ക്യാഷെ ഉണ്ട്, 32 KB സ്പ്ലിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 233 ടു 450 മെഗാഹെഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പെൻറ്റിയം 3 ആണ്. പെൻറ്റിയം 3 1999 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പെൻറ്റിയം 3 ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1999. ഇറ്റ് ഈസ് ഓൾസോ എ 32-bit പ്രോസസ്സർ, 64-bit ഡേറ്റാ ബസ്, 32-bit പ്രോസസ്സർ, ഡേറ്റാ ബസ് 64-bit ആണ്. അഡ്രസ് ബസ് 36-bit ആണ്. ഇറ്റ് ക്യാൻ ആക്സസ് 64 GB ഓഫ് മെമ്മറി. ഡുവൽ ഇൻഡിപെൻഡൻറ്റ് ബസ്സാണ്. പിന്നെ അതിൻ്റെ സ്പീഡ്, ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 0.45 ടു 1.4 GHz ആണ്. 0.45 ടു 1.4 GHz ആണ്. ഇതാണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് പെൻറ്റിയം 4 ആണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2002 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ്സ് ഓൾസോ എ 32-bit മൈക്രോപ്രോസസ്സർ. ഡേറ്റാ ബസ് 64-bit ആണ്. അഡ്രസ് ബസ് 36-bit ആണ്. ഇറ്റ് ക്യാൻ ആക്സസ് 64 GB ഓഫ് മെമ്മറി. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംഗിൾ ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. ഡ്യുവൽ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിംഗിൾ പ്രോസസ്സർ ചിപ്പ് വിത്ത് 2 ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഒരു സിംഗിൾ പ്രോസസ്സിംഗ് ചിപ്പിൽ തന്നെ 2 ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റിന്, ഈ 2 പ്രോസസ്സിംഗ് യൂണിറ്റും ഇൻഡിപെൻഡൻറ്റ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്, അവരുടെ ആക്ടിവിറ്റീസിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് ഡ്യുവൽ കോർ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് 0.6 ടു 2.13 GHz ആണ്. ഇറ്റ്സ് ക്ലോക്ക് സ്പീഡ് 1.4 ടു 1.9 GHz ആണ്. ഹൈപ്പർ ത്രെഡിങ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ ത്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇവിടെ ഡ്യുവൽ കോർ പ്രോസസ്സറാണെന്ന്. അപ്പോൾ ഈ 2 പ്രോസസ്സേഴ്സ് ഉണ്ടല്ലോ, ഈ 2 പ്രോസസ്സേഴ്സ് അപ്പിയേഴ്സ് as 4 വെർച്വൽ ഓർ ലോജിക്കൽ പ്രോസസ്സേഴ്സ് in order to increase the processing instructions execution increase ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 പ്രോസസ്സേഴ്സ് ഏതായിട്ട് ആക്ട് ചെയ്യും? വെർച്വൽ ആൻഡ് ലോജിക്കൽ പ്രോസസ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. 4 ലോജിക്കൽ ആൻഡ് വെർച്വൽ പ്രോസസ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഹൈപ്പർ ത്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം പെൻറ്റിയം 4 ഇറ്റ് ഈസ് എ 32-bit മൈക്രോ പ്രോസസ്സർ. ഡേറ്റാ ബസ് ഈസ് 64-bit ആൻഡ് അഡ്രസ് ബസ് ഈസ് 36-bit. ഇറ്റ് ക്യാൻ ആക്സസ് 64 GB ഓഫ് മെമ്മറി ആൻഡ് ദ ക്ലോക്ക് സ്പീഡ് ഈസ് 1.4 ടു 1.9 GHz. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. ക്ലോക്ക് സ്പീഡ് ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. മറ്റൊരു പ്രത്യേകത ഹൈപ്പർ ത്രെഡിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പെൻറ്റിയം 4ൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. പിന്നെ ഇതിന് ലോ പവറാണ്, സ്മോൾ സൈസാണ്. സോ വൈഡ്ലി യൂസ്ഡ് ഇൻ പോർട്ടബിൾ ആയിട്ടുള്ള നോട്ട്ബുക്സിലാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോ പവർ കൺസെപ്ഷനാണ്. നെക്സ്റ്റ് ഇൻറ്റൽ ആറ്റം. അടുത്തത് ഇൻറ്റൽ ആറ്റം ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2008. ഇറ്റ്സ് ഓൾസോ എ 32 or 64-bit പ്രോസസ്സർ. രണ്ടും ആകാം. 32ൻ്റെ പ്രോസസ്സർ ഉള്ളതുകൊണ്ട് 64-bit പ്രോസസ്സർ ഉള്ളതുകൊണ്ട് സിംഗിൾ ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. ഡ്യുവൽ കോർ എന്താണെന്ന് മനസ്സിലായി. ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ 2 പ്രോസസ്സേഴ്സ് കാണും. രണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഡ്യുവൽ കോർ പ്രോസസ്സറിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 0.6 ടു 2.13 GHz ആണ്. ലോ പവറാണ്, സ്മോൾ സൈസാണ്. സോ വൈഡ്ലി യൂസ്ഡ് ഇൻ പോർട്ടബിൾ നോട്ട്ബുക്സിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ.
നെക്സ്റ്റ് പിന്നെ അതിനകത്ത് വരുന്നതാണ് ഇൻറ്റൽ സെലറോൺ, ഇൻറ്റൽ സെനോൺ ആൻഡ് അതർ 32 ബിറ്റ് ആൻഡ് 64 മൈക്രോ പ്രോസസ്സേഴ്സ് എല്ലാം ആ ഒരു സീരീസിൽ വരും. നെക്സ്റ്റ് ഇൻറ്റൽ പെൻറ്റിയം ഡുവൽ കോർ പ്രോസസ്സറാണ്. ഇൻറ്റൽ പെൻറ്റിയം ഡുവൽ കോർ പ്രോസസ്സർ ഇറ്റ്സ് എ 32 ബിറ്റ് ഓർ 64 ബിറ്റ് പ്രോസസ്സർ. 32 ബിറ്റ് പ്രോസസ്സറും അവൈലബിൾ ആണ്, 64 ബിറ്റ് പ്രോസസ്സറും അവൈലബിൾ ആണ്. ഇത് 2006 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡ്യുവൽ ക്രോസ് പ്രോസസ്സിംഗ് ആണ്. മൾട്ടി ത്രെഡിങ് അവൈലബിൾ ആണ്. സൈമൾട്ടേനിയസ് മൾട്ടി ത്രെഡിങ് അവൈലബിൾ ആണ്. സൈമൾട്ടേനിയസ് മൾട്ടി ത്രെഡിങ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇൻറ്റൽ പെൻറ്റിയം ഡുവൽ കോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റൽ കോർ 2 സീരീസ്. ഇൻറ്റൽ കോർ 2 സീരീസ് ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. 2006 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻറ്റൽ കോർ 2 സീരീസ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2006. ഇറ്റ് ഈസ് എ 64 ബിറ്റ് പ്രോസസ്സർ. 64 ബിറ്റ് പ്രോസസ്സറാണ്. മൾട്ടി കോർ ഓൺ എ സിംഗിൾ ചിപ്പ്. നമ്മൾ നേരത്തെ ഡുവൽ കോർ പറഞ്ഞു, അതായത് ഒരു ചിപ്പിൽ 2 പ്രോസസ്സർ. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. ഇപ്പം മൾട്ടി കോർ ആകുമ്പോഴത്തേന് ഒന്നിലധികം ചിപ്സ് കാണും. ഓരോ ചിപ്പും എന്തായിരിക്കും, ഓരോ പ്രോസസ്സർ, ഒരു ചിപ്പിൽ ഒന്നിലധികം പ്രോസസ്സർ കാണും. ഓരോ പ്രോസസ്സറിൻ്റെ ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും. ഡ്യുവൽ ക്വാഡ് കോർ പ്രോസസ്സറാണ്. Core 2 Duo widely used in desktop and laptops and Core 2 Quad used for business purposes. അപ്പം ഇതൊരു ഡ്യുവൽ കോഡ് കോർ പ്രോസസ്സറാണ്. Core 2 Duo widely used in നമ്മൾ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്സിലൊക്കെ ഉപയോഗിക്കുന്നത്. Core 2 Quad used for business പർപ്പസസിന് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻറ്റൽ കോർ 2 സീരീസിൽ അതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് 64 ബിറ്റ് പ്രോസസ്സറാണ്. 2006 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൾട്ടി കോറാണ്. മൾട്ടി കോർ ഓൺ സിംഗിൾ ചിപ്പ്. ഡ്യുവൽ കോഡ് പ്രോസസ്സറാണ്. കോർ പ്രോസസ്സറാണ്. Core 2 Duo widely used in desktop and laptops. Core 2 Quad used for business purposes. ഓക്കെ. നെക്സ്റ്റ് ഇൻറ്റൽ കോർ i3 പ്രോസസ്സർ. ഇനി അങ്ങോട്ട് ഉള്ളതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻറ്റൽ കോർ i3 പ്രോസസ്സറാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2010. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 1.2 to 3.7 GHz ആണ്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 1.2 to 3.7 GHz ആണ്. 4 MB ലെവൽ 3 ക്യാഷെ. ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. ഹൈപ്പർ ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ സപ്പോർട്ട് ഇൻബിൽട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഇതിനുണ്ട്. ഓക്കെ, ഹൈപ്പർ ത്രെഡിങ് ഉണ്ട്, ഇൻബിൽട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റൽ കോർ i5 പ്രോസസ്സർ 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 1 to 3.6 GHz ആണ്. ടർബോ ബൂസ്റ്റ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 4 കോർ പ്രോസസ്സറാണ്. ഡെസ്ക്ടോപ്പ് വേർഷൻ കംസ് വിത്ത് സപ്പോർട്ട് ഫോർ ഓവർലോക്കിംഗ്. ഓക്കെ, ഇൻറ്റൽ കോർ i5 പ്രോസസ്സർ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2009. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് 3.6 ആണ്. 1 to 3.6 GHz ആണ് ഇതിൻ്റെ ഒരു ക്ലോക്ക് സ്പീഡ്. ഇൻട്രൊഡ്യൂസ്ഡ് ടർബോ ബൂസ്റ്റ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 4 കോർ പ്രോസസ്സറാണ്. ഡ്യുവൽ കോർ അല്ല, 4 കോർ പ്രോസസ്സറാണ്. ഇത്രയാണ് എന്താണ് i5 പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് i7 എന്ന് പറയുന്നത് 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. i5 2009, i7 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടേ, അതൊന്ന് നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് ക്ലോക്ക് സ്പീഡ് 1.6 to 4.4 GHz ആണ്. 4 കോർ പ്രോസസ്സറാണ്. ഹൈപ്പർ ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവർലോക്കിങ് ഡെസ്ക്ടോപ്പ് ഓവർലോക്കിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ്ലി യൂസ്ഡ് ഫോർ ഗെയിമിംഗ് ലാപ്ടോപ്സിലാണ് സാധാരണയായിട്ട് ഇൻറ്റൽ കോർ i5 പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. അത് കണക്ക് തന്നെ ഈ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്ക് വരുന്ന സിസ്റ്റങ്ങളിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. മാത്തമാറ്റിക്കലായിട്ടുള്ള സിസ്റ്റംസിനകത്തൊക്കെ ഇൻറ്റൽ കോർ i7 പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ട്. ഡെൻസിറ്റി ഫംഗ്ഷൻ തിയറി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെയുള്ള ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് i7 പ്രോസസ്സേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റൽ കോർ i9 പ്രോസസ്സർ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2017. 2017 i9 പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. came up with the increased number of cores and threads, designed it high performance computing and support extreme gaming and mega tasking. 2017
എന്താണ്, ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് വിത്ത് കോർ പ്രോസസ്സറുകളുടെ എണ്ണമൊക്കെ കൂട്ടി അതാണ് ഹൈപ്പർ ത്രെഡിങ്, മൾട്ടി ത്രെഡിങ് ഒക്കെ ആക്കി മാറ്റിയ ഒരു പ്രോസസ്സറാണ് ഇൻറ്റൽ കോർ i9 എന്ന് പറയുന്നത്. ഇത് മെയിൻലി യൂസ്ഡ് ഫോർ ഗെയിമിംഗ് ആൻഡ് മെഗാ ടാസ്കിങ്, ഒരുപാട് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇൻറ്റൽ കോർ i9 പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പം മൈക്രോ പ്രോസസ്സർ പലതരത്തിലുണ്ട്. 4-ബിറ്റ് മൈക്രോ പ്രോസസ്സറുണ്ട്. 4-ബിറ്റും 8-ബിറ്റിൻ്റെ തുടക്കവും ഇതിൽ വരും, ഫസ്റ്റ് ജനറേഷനിൽ വരും. പിന്നെ സെക്കൻഡ് ജനറേഷനിലായിട്ട് ആകുമ്പോഴത്തേനും ഫുൾ 8-ബിറ്റ് പ്രോസസ്സേഴ്സാണ്. തേർഡ് ജനറേഷൻ ആകുമ്പോഴത്തേനും ഒരു 16-ബിറ്റ് പ്രോസസ്സറിലേക്ക് നമ്മൾ കടക്കും, 8086ലേക്ക് നമ്മൾ കടക്കും. ഫസ്റ്റ് ഫുൾ 16-ബിറ്റ് പ്രോസസ്സറാണ് 8086 എന്ന് പറയുന്നത്. 8085 എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷനാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ജനറേഷനിലേക്ക് വരികയാണ്. ഏതാണ്, 5th ജനറേഷൻ ഇൻറ്റൽ പെൻറ്റിയം സീരീസിലേക്ക് കടക്കുകയാണ്. പെൻറ്റിയം, ഇൻറ്റൽ പ്രോ, ഇൻറ്റൽ i3, i5, i7, i9 പ്രോസസ്സേഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.